നമസ്കാരം. പിണറായി വിജയന്റെ തലമണ്ടക്കടിക്കാൻ മാത്രമല്ല, പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട കേരളത്തിലെ CPM-ന്റെ പ്രമുഖ നേതാവ് തീപ്പൊരി പ്രാസംഗികയായ ഒരു വനിതാ നേതാവ്, BJP വനിതാ നേതാവിനോടൊപ്പം BJP-യിൽ ചേരാൻ ഞാൻ റെഡിയാണ്, പക്ഷേ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അമിത്ഷായെ കാണാൻ ഡൽഹിയിൽ പോയ നേതാവ് നിങ്ങളുടെ മനസ്സിൽ, പ്രേക്ഷകരുടെ മനസ്സിൽ ആരുടെ പേരാണ് വരുന്നത്? കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ പിണറായി വിജയന് എതിരായിട്ടൊരു ശബ്ദം പോലും പറയില്ല എന്ന് പറയുന്ന സമയത്ത് ഡൽഹിയിൽ പോയി അമിത്ഷായെ കണ്ട് BJP-യിൽ ചേരാം, തുടർന്ന് BJP ചേരണമെങ്കിൽ ആദ്യം പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണം, ലാവ്ലിംഗ് കേസ് ഉടനെ എടുക്കണം, സ്വർണ്ണക്കള്ളക്കടത്തിൽ അറസ്റ്റ് ചെയ്യണം, ഡോളർ കടത്തിൽ ഇമ്മീഡിയറ്റ് നടപടി വേണം. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഏറ്റവും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ലൈഫ് മിഷൻ പദ്ധതിയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം വ്യക്തമായ തെളിവാണ്, അദ്ദേഹമാണ് ലൈഫ് മിഷൻ പദ്ധതിയുടെ ചെയർമാൻ. അദ്ദേഹമുള്ള സമയത്താണ് യൂണിടെക് എന്ന് പറയുന്ന ഈ സന്തോഷ് ഈപ്പൻ്റെ കമ്പനിയിലേക്ക് ഈ പറയുന്ന ലൈഫ് മിഷൻ വടക്കാഞ്ചേരിയിലെ പദ്ധതി ഗൾഫിൽ നിന്ന് വരേണ്ട റെഡ് ക്രസൻറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് വരേണ്ട പബ്ലിക്, അതായത് ഫണ്ട് ഇവിടേക്ക് സംഭാവനയായി കിട്ടിയ പണം ലൈഫ് മിഷനിലേക്ക് വരേണ്ടതിന് പകരം യൂണിടെക്കിലേക്ക് മാറ്റി ഒരു സ്വകാര്യ സ്ഥാപനം മാറ്റി അയപ്പിച്ചത് പിണറായി വിജയൻ ആണ്. ലൈഫ് മിഷൻ പദ്ധതിയുടെ ചെയർമാനാണ്. അതിൽ മറ്റുള്ളവരെയെല്ലാം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി പിണറായി വിജയനെയും ഭാര്യയും മകളെയുമാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ തെളിവുകളും ഇതാ പിടിച്ചോ, എൻ്റെ കൈവശമുണ്ട്. ഇതേപോലെ സ്വർണ്ണക്കള്ളക്കടത്തിൽ നിങ്ങൾ പറയാത്ത തെളിവുകൾ എൻ്റെ അടുത്തുണ്ട്. ഇത് മാത്രമല്ല, 10 കേസുകളിൽ പിണറായി വിജയൻ അകത്താവുന്ന എല്ലാ സംഭവങ്ങളുണ്ട്. പക്ഷെ എനിക്ക് വാക്ക് കിട്ടണം, പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണം. പിണറായി വിജയനെ എന്ന് വെച്ചാൽ എല്ലാ തെളിവും ഞാൻ തരാം, പക്ഷെ എന്നാൽ ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ചേരാം, ഞാൻ BJP ചേരാം എന്ന് പറഞ്ഞ് ഡൽഹിയിൽ പോയി കണ്ട അമിത്ഷായെ കാണാൻ പോയ നേതാവ് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ നേതാവാണ്. കണ്ണൂരിൽ നിന്നുള്ള നേതാവാണ്. കണ്ണൂരിൽ മുമ്പ് മന്ത്രിയായിരുന്ന നേതാവാണ്. പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോയപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് ഡെമ്മി മുഖ്യമന്ത്രി ഇരുന്ന ആളാണ്. അന്ന് പിണറായി വിജയന് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇനി ഞാനായിരിക്കും മുഖ്യമന്ത്രി എന്ന് എല്ലാവരോടും പറഞ്ഞ ആളാണ്. കേന്ദ്ര കമ്മിറ്റിയിലുണ്ടായിട്ടും അദ്ദേഹത്തിന് പോളിറ്റ് ബ്യൂറോ മെമ്പർ സ്ഥാനം കിട്ടാത്ത ആളാണ്. കഴിഞ്ഞ തവണ മന്ത്രിയായിരുന്നു, പക്ഷേ ഈ കഴിഞ്ഞ വർഷം മന്ത്രിയായിട്ട് ഇത്തവണ അദ്ദേഹത്തിന് സീറ്റ് പോലും കിട്ടാതെ മാറ്റപ്പെട്ട ഒരു കണ്ണൂരിലെ നേതാവാണ്. അതാരാണ്? എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പറയൂ, ആരാണ്? അദ്ദേഹമാണ് EP ജയരാജൻ. നമുക്കറിയാം, അദ്ദേഹം എൻഫോഴ്സ്മെൻറ്റ് കേസിൽപ്പെട്ട് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഓട്ടത്തിൽ ആണ് അദ്ദേഹം ഡൽഹിയിൽ വനിതാ തീപ്പൊരി BJP നേതാവിനോടൊപ്പം ഡൽഹിയിൽ പോയത്. വനിതാ BJP നേതാവിൻ്റെ പ്രത്യേകത എന്താണ്? സൗത്ത് ഇന്ത്യയിലെ ഈ കൂറുമാറി മറ്റു കക്ഷികളിൽ നിന്ന് വരുന്ന പ്രമുഖ നേതാക്കന്മാരെയെല്ലാം BJP-യിലേക്ക് എത്തിക്കുക, അതിനുള്ള കാര്യങ്ങൾ ഡൽഹിയിൽ പ്രാദേശികം, അല്ലെങ്കിൽ സ്റ്റേറ്റിലാണ് സ്റ്റേറ്റിൽ, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ സംസാരിക്കാനുള്ള അവകാശം കൊടുത്ത കേന്ദ്ര കമ്മിറ്റി അവകാശം കൊടുത്ത നേതാവാണ് ആ വനിതാ നേതാവ്. ആരാണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇന്ന് കേരളത്തിൽ BJP-യിൽ ശക്തമായി പിണറായി വിജയനോട് ശക്തമായി പോരാടുന്ന, പിണറായി വിജയൻ്റെ എല്ലാ കള്ളത്തരങ്ങളും വിളിച്ചു പറയുന്ന ഒരു നേതാവാണ് ആ വനിതാ നേതാവ്. അവരെ മട്ടന്നൂരിൽ പോയിട്ട് പോലും പ്രസംഗിച്ചിട്ടുണ്ട്, പിണറായി വിജയനെ വെല്ലുവിളിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ കള്ളനാണെന്ന് പച്ചയായി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് അവർ പ്രസംഗിക്കാനെത്തുമ്പോൾ BJP-ക്കാർ മാത്രമല്ല മറ്റു കക്ഷികളിലെ ആളുകൾ പോലും പ്രസംഗം കേൾക്കാൻ ഓടിയെത്തും. അത്രയും മനോഹരമാണ്, ആവേശം വിതറുന്നതാണ് അവരുടെ പ്രസംഗം. പച്ചയ്ക്ക് പിണറായി വിജയനെ വെല്ലുവിളിക്കാൻ തൻ്റെ ഇടമുള്ള ഒരു നേതാവാണ്. മറ്റു നേതാക്കന്മാരെ K. സുരേന്ദ്രനെയോ V. മുരളീധരനെമാതിരിയോ ഇടയ്ക്ക് പിണറായി വിജയനെ ചീത്ത പറയും, എന്നിട്ട് അപ്പുറത്ത് നിന്ന് പിണറായി വിജയനായിട്ട് ഗൾഫിൽ പോയി യൂസഫലിയോടൊപ്പം ഇരുന്ന് കച്ചവടം ഉറപ്പിക്കുന്ന നേതാവല്ല. അങ്ങനെയുള്ള വനിതാ നേതാവിൻ്റെ കൂടെ കൃത്യമായി ഡൽഹിയിൽ പോയി എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷയം? അദ്ദേഹം ആണ് നമ്മുടെ EP ജയരാജൻ,
CPM-ലെ പ്രമുഖനായ ആ നേതാവാണ് EP ജയരാജൻ. അദ്ദേഹം കൃത്യമായി പിണറായി വിജയൻ ഇപ്പോൾ അറസ്റ്റിലാവുകയാണെങ്കിൽ ഈ നിമിഷം BJP ചേരാൻ തയ്യാറാണ്. അദ്ദേഹത്തെ എല്ലാ തരത്തിലും ഇല്ലാതാക്കി നശിപ്പിക്കാൻ ശ്രമിച്ചത് പിണറായി വിജയനാണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അതിന് പിണറായി വിജയൻ ഇത്ര വിദ്വേഷമുണ്ടാവാൻ കാരണം എന്താണ്? EP ജയരാജനോട്. EP ജയരാജൻ 2016 പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ പല പ്രമുഖരായ ബിസിനസ്സുകാരെയും കണ്ട് പറഞ്ഞു, ഇനി പിണറായി ഇങ്ങോട്ട് വരില്ല, ഞാനാണ് മുഖ്യമന്ത്രി, എനിക്ക് പിണറായിക്ക് കുറച്ച് പൈസ എത്തിക്കണം എന്ന് പറഞ്ഞ് പലരിൽ നിന്ന് പൈസ പിരിച്ചു. എല്ലാം പിണറായിൻ്റെ പേരിലാണ് പിരിച്ചത്. അങ്ങനെയാണ് കരിമണലിലെ പ്രമുഖനായ ബിസിനസ്സുകാരനോട് 25 കോടി രൂപ വാങ്ങിയത്. ഈ 25 കോടി രൂപ വാങ്ങിയ കാര്യം ഈ പറയുന്ന ആള് ഇനി കൊടുത്ത ശേഷം അദ്ദേഹം ആരോടും പറയില്ല എന്നാണ് ധരിച്ചെങ്കിൽ നേരെ പിണറായിയോട് വിളിച്ചു പറഞ്ഞ് അദ്ദേഹം അറിഞ്ഞു. ഇവിടെ വന്നപ്പം തന്നെ പിന്നെ ആ നേതാവ് EP ജയരാജനെ എങ്ങനെ വെട്ടിമാറ്റാം എന്നുള്ളതാണ് EP ജയരാജൻ പിണറായി വിജയൻ പ്ലാൻ ചെയ്തത്. മാത്രമല്ല, പിണറായി വിജയൻ കരിമണൽ കർത്തയിൽ നിന്ന് 175 കോടി രൂപ ഈ കഴിഞ്ഞ 7 വർഷം കൊണ്ട് വാങ്ങിയത് പിന്നിൽ EP ജയരാജൻ വാങ്ങിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊക്കെ പണം കിട്ടാനുള്ള വഴിയുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി. മകളും വാങ്ങി, അച്ഛനും വാങ്ങി. അച്ഛനും വാങ്ങി, മകളും വാങ്ങി. 2 പേർക്കും ഇപ്പം വക്കീൽ നോട്ടീസ് ഹൈക്കോടതി നോട്ടീസ് അയക്കാൻ ഉത്തരവായിരിക്കുകയാണ്. മാത്യു കുഴൽനാടൻ 2 പേരെയും പൂട്ടാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. മാത്രമല്ല, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വരാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇവരെല്ലാം തൂക്കിയെടുത്ത് കൊണ്ടുപോകും, പിണറായി വിജയനെയും മകളെയും. അപ്പോൾ ഈ സമയത്ത് പോലും പിണറായി വിജയന് സ്വാധീനമുണ്ട് എന്നുള്ളത് കൊണ്ട് ആണ് ഞാൻ പറയുന്നത്. ഡൽഹിയിൽ മുരളീധരനും സുരേന്ദ്രൻ മാത്രമല്ല ഗഡ്കരിയും അതേപോലെ ചില ബന്ധങ്ങളും മാത്രമല്ല യൂസഫ് അലിയുടെ ബന്ധങ്ങളും കൃത്യമായി പിണറായി വിജയനെ സംരക്ഷിച്ചു നിർത്തത് കൊണ്ട് മാത്രമാണ് EP ജയരാജന് ഉറപ്പ് കൊടുക്കാതിരുന്നത്. അമിത്ഷാ ഉറപ്പ് കൊടുത്തില്ല. കാരണം യൂസഫ് അലി കൃത്യമായിട്ട് ഉത്തർപ്രദേശിൽ ബിസിനസ്സുണ്ട്, അതേപോലെ ഗുജറാത്തിൽ ബിസിനസ്സുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള BJP-യിലെ പ്രമുഖരായ നേതാക്കന്മാരുടെ പണം പോലും ഈ സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. മുരളീധരനും സുരേന്ദ്രനും എല്ലാം ഇപ്പോൾ കോടീശ്വരന്മാരാണെന്നുള്ള കാര്യം സാധാരണ പാവപ്പെട്ട ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർക്ക് അറിയാമോ? ഇവരുടെ ഏറ്റവും വലിയ ചങ്ങാതിയാണ് ഇപ്പം യൂസഫ് അലി. യൂസഫ് അലിയുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ചെറിയ ബന്ധമല്ല. കേരളം ഭരിക്കുന്ന പിണറായി വിജയനല്ല, യൂസഫ് അലിയാണെന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. യൂസഫ് അലിയും സുരേന്ദ്രനും മുരളീധരനും പിന്നെ പിണറായിയും ചേർന്നുള്ള ഒരു ഭരണമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് നവകേരള യാത്ര നടന്നപ്പോൾ എവിടെയെങ്കിലും ഈ സുരേന്ദ്രൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ മുരളീധരൻ്റെയോ ഒരു പ്രതിഷേധം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? യൂത്ത് കോൺഗ്രസ് ശക്തമായി പ്രതിഷേധവുമായി രംഗത്ത് വന്നപ്പോൾ നമ്മുടെ സുരേന്ദ്രനോ BJP നേതാക്കന്മാരോ കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടുണ്ടോ? മിണ്ടില്ല. ഇന്നലെ ആയിട്ടും എല്ലാ നവകേരള മീറ്റിംഗ് കഴിയാൻ സമയത്ത് ഒരു ചില ശബ്ദങ്ങളുണ്ടായി. എന്താണെന്നറിയാമോ ശബ്ദം ഉണ്ടായത്? മുരളീധരൻ പറഞ്ഞു ഒക്കെ ദൂർത്തടിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ ആളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ്. മുരളീധരനോടും സുരേന്ദ്രനോടും ചോദിക്കാവുന്ന 3 ചോദ്യങ്ങൾ. 1, ലാവ്ലിൻ കേസ് ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ട് സുപ്രീം കോടതിയിൽ എടുക്കുന്നില്ല? എന്തുകൊണ്ട് അവിടെ CBI അഭിഭാഷകൻ തുഷാർ മേത്ത ഇങ്ങനെ ഓരോ തവണയും മാറ്റിക്കൊണ്ടിരിക്കുന്നത്? 6 വർഷമായി മാറ്റിക്കൊണ്ടിരിക്കുക. 38 തവണയാണ് നേരിട്ട് ബെഞ്ചിൽ മാറ്റിയത്, അല്ലാതെ 21 തവണയും. 2ാമത്തെ ചോദ്യം, സ്വർണ്ണക്കള്ളക്കടത്തിലും അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോളർ കടത്തിലും പിണറായി വിജയനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത്? അതേപോലെ ശ്രീരാമകൃഷ്ണൻ അടക്കമുള്ള 3 മന്ത്രി CPM മന്ത്രിമാരെ എന്താണ് അറസ്റ്റ് ചെയ്തത്? 3ാമത്തെ ചോദ്യം, ലൈഫ് മിഷൻ പദ്ധതിയിലും അതേപോലെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലും AC മൊയ്തീനും MK കണ്ണനും അതേപോലെ മന്ത്രി ബിന്ദുവും അതേപോലെയാണ് നമ്മുടെ ബൈജുവും, നമ്മുടെ ആലത്തൂർ MP ആയിരുന്ന ബിജു ഇവരെയൊന്നും തൊടാത്തത് എന്തുകൊണ്ടാണ്? പിണറായി വിജയനും ഈ പറയുന്ന നേതാക്കന്മാരും യൂസഫ് അലിയും അമിത്ഷായുമായുള്ള ധാരണയാണ്. ഈ ധാരണയുള്ള സമയത്താണ് നമ്മുടെ EP ജയരാജൻ ഡൽഹി പോയിട്ട് കൃത്യമായി ഡൽഹി പോയി പറഞ്ഞത് എന്താണ്? ഞാൻ ഇതിനെ ചാടാൻ റെഡിയാണ്, BJP ഇന്ന് ചേരാം, പക്ഷെ എനിക്ക് ഉറപ്പ് വേണം, പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണം, ഡൽഹിയിൽ ലാവ്ലിൻ കേസ് എടുപ്പിക്കണം, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അല്ല ഏതെങ്കിലും ഒരു കേസിൽ ഇമ്മീഡിയറ്റ് അറസ്റ്റ് ചെയ്യണം, ബാക്കി ഞാൻ തെളിവ് തരാം, എത്ര തെളിവ് വേണം നിങ്ങൾക്ക്, ആ തെളിവ് ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് EP ജയരാജൻ ഡൽഹിയിലേക്ക് പറഞ്ഞത്. പക്ഷേ അമിത്ഷാൻ്റെ അടുത്തുനിന്ന് അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയില്ല. കാരണം അവിടുന്ന് യൂസഫ് അലിയുടെ കോൾ അപ്പം തന്നെ എത്തി.
വി മുരളീധരനും കെ സുരേന്ദ്രനും അപ്പോൾ തന്നെ ഇടപെട്ടു. ഒന്നാമത് കേരളത്തിലെ വനിതാ തീപ്പൊരി പ്രാസംഗികയാണ്. അവരെ ഏറ്റവും ഒതുക്കി മൂലക്കിരുത്തിയത് ഈ രണ്ട് നേതാക്കന്മാരാണ്. കേരളത്തിൽ BJP വളർന്നില്ലെങ്കിൽ പോക്കറ്റ് വീർപ്പിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഈ നേതാക്കന്മാർ അപ്പോൾ തന്നെ ഇടപെട്ടു. EP ജയരാജൻ ഇപ്പോൾ ചേരണ്ട, ഞങ്ങൾ മുഖാന്തരം വന്നിട്ട് ചേർന്നാൽ മതി, ഞങ്ങൾ പറയുന്ന പ്രകാരം പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ ചേർന്നാൽ മതി, ഇല്ല EP ജയരാജൻ BJPയിലേക്ക് വരണ്ട എന്നാണ് പറഞ്ഞത്. എങ്ങനെയുണ്ട്? ആ EP ജയരാജൻ ഇത്രയും ദേഷ്യപ്പെടാൻ കാരണം എന്താണ്? ഈ EP ജയരാജൻ CPM വിട്ടു പോകാൻ തയ്യാറാവുന്നതിന് കാരണം എന്താണ്? അദ്ദേഹത്തിന് കണ്ണൂരിൽ നിന്നും വീണ്ടും സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. തളിപ്പറമ്പിൽ നിന്ന് മത്സരിപ്പിച്ച് MV ഗോവിന്ദൻ രാജിവെച്ച് EP ജയരാജനെ കൊണ്ട് മത്സരിപ്പിച്ച് അദ്ദേഹത്തിന് മന്ത്രിയാക്കാമെന്നുള്ളൊരു വാഗ്ദാനം കൊടുത്തിരുന്നു. നടപ്പിലാക്കിയില്ല. പിണറായി വിജയനും അതേപോലെ MV ഗോവിന്ദൻ മാഷും കൂടെ അയാളെ ചതിച്ചു. മാത്രമല്ല നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസോർട്ട് 100 കോടി രൂപയോളം അദ്ദേഹത്തിൻ്റെ റിസോർട്ടിന് ചിലവാക്കുന്ന ഈ പണത്തിൻ്റെ കണക്കൊക്കെ താൽക്കാലികമായി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഏത് സമയത്തും EP ജയരാജനെ പൂട്ടാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് EP ജയരാജൻ പിന്നെ ഒന്നും മിണ്ടാതിരിക്കുന്നത്. അദ്ദേഹത്തിന് 3000 കോടി രൂപ വിദേശത്തുണ്ടെന്നുള്ള റിഫൈനറി നിക്ഷേപിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതല്ല, സ്വപ്ന പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള EP ജയരാജനും ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ സ്വപ്നയും ഇങ്ങനെയൊക്കെയുള്ള തീപ്പൊരി നേതാവും ഉള്ള പാർട്ടികളായിട്ടുള്ള ഈ സംഭവത്തിൽ ഈ നമ്മുടെ EP ജയരാജൻ കൃത്യമായി പിണറായി വിജയൻ്റെ തലമണ്ടയ്ക്കടിക്കാൻ നിൽക്കുന്ന ഒരു CPM നേതാവാണ്. കേരളത്തിലെ ഏറ്റവും അധികം തലമുതിർന്ന നേതാവാണ്. കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. കേരള സംസ്ഥാന കമ്മിറ്റിയിലെ സെക്രട്ടേറിയറ്റിലും മെമ്പറാണ്. അദ്ദേഹത്തിന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആവേണ്ട ആളായിരുന്നു. അദ്ദേഹം കേന്ദ്ര പോളിറ്റ് ബ്യൂറോയിൽ മെമ്പർ ആവേണ്ട ആളായിരുന്നു. ഇതൊക്കെ കട്ട് ചെയ്തത് പിണറായി വിജയനാണെന്ന് നന്നായിട്ടറിയാം. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ മക്കളെയും കൊടുക്കാൻ വേണ്ടി ഏറ്റവും അധികം കളിക്കുന്നത് പിണറായി വിജയനാണെന്നറിയാം. പക്ഷേ തിരിച്ച് പണി കൊടുക്കാൻ ഡൽഹിയിൽ പോയ നേതാവും ഇദ്ദേഹം തന്നെയാണ്. അദ്ദേഹം BJP ചേരാൻ റെഡിയായി പോയതാണ്. പക്ഷേ നടന്നില്ല. നടക്കാത്തത് ഈ ഉറപ്പ് കിട്ടാത്തത് കൊണ്ടാണ്. പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുമെങ്കിൽ ഇന്ന് അദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകൾ കംപ്ലീറ്റ് കൈമാറാൻ തെളിവ് റെഡിയാണെന്ന് അമിത്ഷായോട് പറഞ്ഞിട്ടുള്ള ആളാണ് EP ജയരാജൻ. അല്ലെങ്കിൽ ഞാൻ പറയുന്ന വാക്ക്, ഈ പറയുന്ന വാർത്ത വനിതാ തീപ്പൊരി നേതാവ് നിഷേധിക്കട്ടെ. അപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങൾ പുറത്തുവിടാം. നന്ദി, നമസ്കാരം.